ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യൂട്യൂബ് റവന്യൂയെ പറ്റി സംസാരിക്കാം. പല ആൾക്കാരും പല രീതിയിലാണ് യൂട്യൂബ് റവന്യൂവിനെ പറ്റി സംസാരിക്കുന്നത്. അതായത് ചില ആൾക്കാർ പറയും സബ്സ്ക്രൈബേഴ്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൽ റവന്യൂ കൂടും. ചില ആൾക്കാർ പറഞ്ഞേക്കാം വ്യൂസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിലെ റവന്യൂ കൂടും. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. പല ആൾക്കാരെയും യൂട്യൂബിലെ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ചാനലിലെ ഒരു 4 വീഡിയോസിൻ്റെ റവന്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും യൂട്യൂബിൻ്റെ റവന്യൂ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതിൽ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോയിലെ ഏറ്റവും കൂടുതൽ വ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്നതല്ല, സ്ക്രീൻ കാണുന്നതല്ല, ടെലിഗ്രാം റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിന് ഏകദേശം 5,50,000 അതായത് 5,50,000 വ്യൂസ് ആയ സമയത്ത് യൂട്യൂബ് തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ അത് ഡിലീറ്റ് ആവുന്ന സമയത്ത് ആ ഒരു ഒറ്റ വീഡിയോയിൽ നിന്ന് മാത്രം എനിക്ക് ഏകദേശം 16,000 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 5,50,000 വ്യൂസിന്. ഓക്കെ, അതിന് ശേഷം വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഈ 1,45,000 ഏറ്റവും കൂടുതൽ വ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത് 5,935 രൂപയാണ്. നമുക്ക് ഈ ടോട്ടൽ റവന്യൂ അല്ല വേണ്ട, നമുക്കിതിൻ്റെ ഒരു RPM എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് RPM എന്ന് പറഞ്ഞാൽ 40 ആണ്. RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വ്യൂസിന് എത്ര രൂപ വെച്ച് കിട്ടും എന്നുള്ളതാണ് RPM. അപ്പോൾ ഈ RPM കൂടുന്നതനുസരിച്ചാണ് നമ്മളുടെ റവന്യൂ കൂടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുടെ RPM ഒന്ന് നോക്കാം. അടുത്ത വീഡിയോയുടെ വ്യൂസ് എന്ന് പറഞ്ഞാൽ ഏകദേശം അടുത്തൊക്കെ തന്നെയാണ്. 1,24,000 വ്യൂസാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ RPM നമുക്ക് നോക്കുമ്പോൾ 26 രൂപയാണ്. അതായത് ഈ നേരെ പകുതി, ഇതിന് നേരെ പകുതി RPM മാത്രമേ അടുത്ത വീഡിയോയ്ക്കുള്ളൂ. അതായത് രണ്ടിൻ്റെ ഏകദേശം 1,00,000 വ്യൂസൊക്കെ തന്നെയാണ്, പക്ഷേ RPM കുറവാണ്. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തൊരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഏകദേശം 34,000 വ്യൂസാണുള്ളത്. ഇതിൻ്റെ റവന്യൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റവന്യൂ 2,000 രൂപ കാണാൻ പറ്റും. ഇതിൻ്റെ RPM നിങ്ങൾക്ക് കാണാൻ പറ്റും 61 ആണ്. ഈ രണ്ട് വീഡിയോസിനെക്കാട്ടി കൂടുതൽ RPM നമുക്ക് അതിന് ഈ കണ്ടൻറ്റ് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഡ്രീം 11 പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിന് 12,000 വ്യൂസ് മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്കിതിൻ്റെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1,248 രൂപ റവന്യൂ വന്നിട്ടുണ്ട്. അതിൻ്റെ RPM നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 103 രൂപയാണ് ഇതിൻ്റെ RPM വന്നിരിക്കുന്നത്. 103, 61, 26, 40. അതായത് പല വീഡിയോസിനും പല RPM ആണ്. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ RPM കുറവുള്ള ചാനലുകളുണ്ട്, കൂടുതലുള്ള ചാനലുകളുണ്ട്. അപ്പോൾ ഈ RPM എന്ന് പറയുന്നത് ഓരോ കണ്ടൻറ്റിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇതൊരു ടെക് ചാനൽ ആയതുകൊണ്ടാണ് ഇത്രയും വ്യത്യസ്തമായിട്ട് RPM വരുന്നത്. ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണെന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരേപോലെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ RPM വരാൻ സാധ്യതയുള്ളത്. എനിക്കെൻ്റെ അനലിറ്റിക്സ് ഞാൻ വീഡിയോയുടെ ഒന്നും കണ്ടിട്ടില്ല, ഏകദേശം അങ്ങനെ വരാൻ സാധ്യത. ഇനി RPM എങ്ങനെയാണ് വ്യത്യാസപ്പെടുത്തിയതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പം ഇപ്പോൾ ഡ്രീം 11 എന്ന് പറയുന്നൊരു ഇത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഡ്രീം 11 എന്ന് പറയുന്ന സംഭവം ഞാൻ ഈ വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞാൽ IPL നടക്കുന്ന സമയത്താണ്. അപ്പോൾ IPL നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ളതും ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ പരസ്യം വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് ഡ്രീം 11. അതുകൊണ്ടാണ് ഇതിൻ്റെ RPM ഇത്രയും കൂടി നിൽക്കുന്നത് കാണാൻ പറ്റുന്നത്. അതായത് ഡ്രീം 11 പറ്റിയുള്ള വീഡിയോസിൽ ഡ്രീം 11കാർ തന്നെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ എന്ത് പറ്റും, നമ്മളുടെ വീഡിയോസിൽ കൂടുതൽ ഡ്രീം 11 പറ്റിയുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് വരും. അപ്പോൾ നമ്മുടെ RPM കൂടും. ഉദാഹരണത്തിന് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേ സെയിലോ അല്ലാന്നുണ്ടെങ്കിൽ ആമസോണിലൊക്കെ സെയിൽ നടക്കുന്ന സമയത്ത് നമ്മൾ ബിഗ് ബില്യൺ ഡേയെ പറ്റിയോ അല്ലെങ്കിൽ ആമസോണിൻ്റെ ആ സെയിലിനെ പറ്റിയൊക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ കൂടുതലായിട്ടും വരാൻ സാധ്യത അഡ്വർടൈസ്മെൻറ്റ് ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും തന്നെയായിരിക്കും. അപ്പോൾ എന്താണ്, അപ്പോൾ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ്സ് അതിലേക്ക് വരും. കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് അതിലേക്ക് വരുന്ന സമയത്ത് RPM കൂടും. ഇപ്പം ഈ ഫോൺ പേയുടെ വീഡിയോസിലും RPM കൂടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ പേ യൂട്യൂബിൽ പരസ്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് നോക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോസിൽ ഈ ഫോൺ പേ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം ആൾക്കാർ ഫോൺ പേ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ പേയുടെ അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും നമ്മളുടെ വീഡിയോസിൽ കൂടുതലും കാണിക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെയാണ് RPM കൂടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടൻറ്റ്സ് നിങ്ങൾ പിക്ക് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൻ്റെ റവന്യൂ കൂടും. ഇതെല്ലാ കാറ്റഗറിയിലുള്ള വീഡിയോ ഇടുന്ന ആൾക്കാർക്കും ചെയ്യാൻ പറ്റില്ല. ഇതാണ് എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾക്ക് റവന്യൂ കുറവ് കാരണം എന്ന് പറയുന്നത്. അതിന് ഒരു പർട്ടിക്കുലർ ഒരു ടോപ്പിക് ഇല്ലാത്തതുകൊണ്ട്. ഇനി ഫാഷൻ ചാനലുകൾക്കൊക്കെ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിൻ്റെ സെയിൽ വരുന്ന അല്ലെങ്കിൽ മീഷോ പറ്റിയിട്ടൊക്കെ വീഡിയോ ഇടുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ റവന്യൂ കിട്ടും. ഇനി ഈ രണ്ട് സംഭവത്തിൻ്റെ നിങ്ങൾക്കറിയാം, മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ഇത്രയും RPM കുറഞ്ഞു കിടക്കുന്നതെന്ന്. കാരണം ടെലിഗ്രാമിൻ്റെ പരസ്യമൊന്നും യൂട്യൂബിൽ വരാറില്ല.
ടെലിഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പരസ്യവും യൂട്യൂബിൽ വരാറില്ല. അതുകൊണ്ട് തന്നെ RPM വളരെ കുറവായിരിക്കും. എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെയും ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും RPM കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ എങ്ങനെയാണ് റവന്യൂ കൂടുതൽ കിട്ടുന്നതെന്നും അതേപോലെ തന്നെ നിങ്ങൾ വ്യൂസിനനുസരിച്ചാണോ റവന്യൂ കിട്ടുന്നതെന്നുള്ളതൊക്കെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ വ്യൂസ് അനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഡ്രീമിലുള്ള വീഡിയോയുടെ RPM എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇതിൻ്റെ 25 രൂപയാണ്. ഏകദേശം 4 ഇരട്ടിയാണ് RPM വരുന്നത്. അപ്പോൾ ഇതിന് രണ്ടിന് ഏകദേശം സെയിം വ്യൂസ് വന്നു കഴിഞ്ഞാൽ ഇതായത് ഇതിനിപ്പോൾ 1 ലക്ഷം വ്യൂസാണ്. 1 ലക്ഷം വ്യൂസിന് കിട്ടിയിരിക്കുന്നത് 3353 രൂപയാണ്. എന്നാൽ ഡ്രീമിലോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്ക് അന്ന് 1 ലക്ഷം വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഏകദേശം 10,000 രൂപ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയേനെ. അപ്പം ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഏകദേശം 3 ഇരട്ടി 4 ഇരട്ടി വ്യത്യാസം നിങ്ങൾക്ക് വരും. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി വ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല യൂട്യൂബിലെ റവന്യൂ വരുന്നത്. അത് നമ്മളിടുന്ന കണ്ടൻറ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് യൂട്യൂബിൽ റവന്യൂ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂട്യൂബിൽ ഈ പല ആൾക്കാരും പലരുടെയും റവന്യൂ ഒന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടേക്കുന്നത് എക്സാക്റ്റ് ആയിരിക്കില്ല. അത് അവർക്ക് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ എക്സാക്റ്റ് റവന്യൂ എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എത്ര മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.